ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കി നോട്ടാണ്. അതിന് വേണ്ടി ഞാൻ യെല്ലോ കളർ സാധാരണ നമ്മുടെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ ഇതിലോട്ട് സ്പ്രെഡാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഓയിലെടുത്ത് സ്പ്രെഡാക്കി കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കേട്ടോ. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഗൈസ്, ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കോക്കനട്ട് ഓയിലാണ്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ട്രാൻസ്പാരൻറ്റ് ഷീറ്റായി മാറും. അപ്പം നമുക്ക് നേരെ ഓയിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണെങ്കിൽ ഞാൻ ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലായതിനെ കൊണ്ട് തന്നെ ഒരു കളറും ഉണ്ടാവില്ല. അപ്പം പിന്നെ ട്രാൻസ്പെറൻ്റ് ആയി കിട്ടാൻ വേണ്ടി നല്ല ഈസി ആയിരിക്കും. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കണം. അപ്പോൾ ഇവിടെ നല്ല വെയിലായതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വെയിലില്ലാത്ത അപ്പോൾ മഴയാണല്ലോ നാട്ടിൽ, പിന്നെ നമുക്ക് വേണ്ടി ഹെയർ ഡ്രയറോ അങ്ങനെ യൂസ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ വെയിലത്ത് വെച്ച് ഉണക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഉണക്കിയിട്ട് കാണാം. ഞാൻ ചെറുതാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഫുൾ വീഡിയോ ആയിട്ട് ഇടും, അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മളുടെ ക്ലേ ഷീറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ പോയിട്ട് ഇതിനെ ഉണക്കിയെടുക്കാം. ഇപ്പം ഇതാ ഞാൻ നേരെ ഉണക്കി തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് കണ്ടോ, അപ്പം തന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കണം, ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ സ്കെയിൽ വെച്ചിട്ട് വരഞ്ഞിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇത് പുതിയ ഒരു കത്രി വാങ്ങിയിട്ടുണ്ടല്ലോ, ഇതാണ്. നമ്മൾ ആദ്യം യൂസ് ചെയ്ത ബ്ലൂ കളറായിരുന്നു. ഇത് എനിക്കിഷ്ടപ്പെട്ട പിങ്കും പർപ്പിളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കൊണ്ടുവന്നപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഞാൻ ആക്കി ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാക്കിയിട്ട് അതിൻ്റെ സ്റ്റിക്ക് മാറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനകത്ത് ഗ്ലൂ ആയി. അതിനെ കൊണ്ട് കച്ചറയായി കുത്തിരിക്കുകയാണ് ഇതിപ്പം. അപ്പോൾ നമുക്ക് നേരെ കറക്റ്റായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ ഐഡിയ ആണ്. അപ്പോൾ ഏത് ഷേപ്പ് വേണമെന്നുള്ളതും നിങ്ങളുടെ ഐഡിയ ആണ്. ഞാൻ സാധാരണ ഷേപ്പിലാണ് ആക്കുന്നത് കേട്ടോ. സ്റ്റിക്കി നോട്ട് നമുക്ക് വെറും ഒരു സിമ്പിളായിട്ടുള്ള ഒരു കളർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കട്ട് ചെയ്ത് വരാം. അപ്പോൾ എല്ലാവർക്കും ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റിക്കി നോട്ട് എങ്ങനെ ഒട്ടിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ കൊണ്ടിട്ട് ഞാൻ എങ്ങനെ ഒട്ടിക്കുന്നതെന്നുള്ളത് ഇതിൽ കാണിക്കുന്നില്ല. കാരണം എൻ്റെ ഫോണ് ചാർജില്ലാത്തതിനെ കൊണ്ടാണ് ഇപ്പോൾ ഓഫായി പോകുന്ന രീതിയിലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്യുന്നത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഒട്ടിക്കേണ്ട സാധാരണ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഒട്ടിക്കേണ്ടതെന്നുള്ളത്. സാധാരണയായിട്ടുള്ളത് നമ്മളെ ഗ്ലൂ കൊടുത്തിട്ട് എല്ലാം കൂടിയും അടുക്കി വെച്ചിട്ട് ഒരു ക്ലിപ്പെല്ലാം വെച്ചിട്ട് അതിന് ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ടൈറ്റാക്കി വെച്ചതിന് അതിൻ്റെ അകത്തോട്ട് ഫെവിക്കോൾ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് ഇതേപോലത്തെ ഗ്ലൂ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എടുത്തിട്ട് ഒട്ടിക്കാം. ഗ്ലൂ സ്റ്റിക്കാണ് ഇതിൽ നല്ലത്, ഫെവിക്കോളാണ് അപ്പാടെ ഒട്ടിപ്പോവുക കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് വെച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റിക്കി നോട്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് ഒന്നാക്കിയില്ലാന്ന്. അപ്പോൾ നമുക്കിനി ചെറുതായിട്ടൊരു സ്കെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സ്കെച്ച് എടുക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്കിലായാലും എന്തായാലും സ്കെച്ച് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പേപ്പറും കൂടിയാണിത്. ട്രാൻസ്പെറൻ്റ് ആയതിനെക്കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ മുകളിൽ അതിനെക്കൊണ്ട്. പിന്നെ ഇതിൻ്റെ അവിടെ ഒരു സ്റ്റിക്കറുണ്ട്. എനിക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് ഇതേപോലെ ആയിട്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഞാൻ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ് സ്റ്റിക്കർ. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇനിയും കുറേ സാധനങ്ങളെല്ലാം എടുക്കാൻ പറ്റും. കണ്ടോ, ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട് നമ്മളുടെ സ്റ്റിക്കർ. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എനിക്കും വരിക കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബാർബീൻ്റെ കണ്ണ് നോക്കി, ബാർബീൻ്റെ കണ്ണ് നമുക്ക് എടുക്കണമെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതാണ് ബാർബീൻ്റെ കണ്ണെന്ന് പറയുന്നത്. ഇനി ബാർബീൻ്റെ മൂക്കാണെങ്കിൽ മൂക്കും ചുണ്ടും എല്ലാം നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇതാണ് നമ്മളുടെ
ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കി നോട്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഒട്ടിക്കാനെല്ലാം പറ്റും. അപ്പം ഒട്ടിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം, അതിനെ കൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ സ്റ്റിക്കി നോട്ടിൻ്റെ പുതിയ അപ്ഡേഷൻസ് എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിലിടുന്നതാണ്. ഇനി എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ ഞാനത് സ്റ്റിക്കി നോട്ട് വെച്ചിട്ട് ട്രേസ് ചെയ്ത് വരയ്ക്കുന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഫോണിലായാലും എങ്ങനെയായാലും നമുക്ക് സ്റ്റിക്കി നോട്ട് ട്രേസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അങ്ങനത്തെ ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കി നോട്ട് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.